നമസ്കാരം. പതിരും കതിരും. പനിക്ക് മരുന്ന് മേടിക്കാൻ ചെന്ന കുഞ്ഞുണ്ണി മാഷിനോട് ഡോക്ടർ ചോദിച്ചു, ശരീരവേദനയുണ്ടോ? ഇശ്ശിയുണ്ട്. വായിക്ക് രുചിയുണ്ടോ? ഇല്ല ഡോക്ടർ, വായിൽ വല്ലതും ഇട്ടാലേ രുചിയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ വായ എല്ലാ രുചിയും തിരിച്ചറിയുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് ഒരു രുചിയും ഉൽപ്പാദിപ്പിക്കുന്നില്ല. കവിതയിലായാലും കഥയിലായാലും രുചി ഒരു പ്രധാന സംഗതിയാണ്. രുചിക്ക് കുറവ് വന്നാൽ പിന്നെ കഥയുമില്ല, കഥാപ്രസംഗവുമില്ല. ഒരു പുരോഗമന സർക്കാരിന് മാത്രമേ വായുടെ രുചിയും കലയുടെ പരിപോഷണവും തമ്മിലുള്ള ബന്ധം ആഴത്തിൽ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഈ സർക്കാർ കലാമണ്ഡലത്തിൻ്റെ ചരിത്രം അങ്ങ് മാറ്റിക്കുറിച്ചു. അവിടെ ഇനി മാസത്തിൽ 2 തവണ ക്യാൻറ്റീൻ്റെ തീന്മേശയിൽ കോഴി കൂവും. 94 വർഷത്തെ ചരിത്രം തിരുത്തി എഴുതാൻ ഇച്ഛാശക്തി ടൺ കണക്കിനുള്ള പിണറായി സർക്കാർ തന്നെ വരേണ്ടി വന്നു. ആഹാരത്തിൻ്റെ കുറവ് കൊണ്ട് കഥകളിയും മോഹിനിയാട്ടവും കൂടിയാട്ടവുമെല്ലാം ഒരുമാതിരി വഴുകപ്പരുവത്തിന് കിടക്കുകയായിരുന്നു. മാസത്തിൽ 2 തവണ വിദ്യാർത്ഥികൾക്ക് ചിക്കൻ ബിരിയാണി നൽകുന്നതോടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രമൊക്കെ പറക്കുകയായി. മോഹിനിമാർ നല്ല ഞെരിപ്പോടെ പദങ്ങളാടും, പഞ്ചവാദ്യം കൊട്ടിക്കയറും, തുള്ളലുകാർ തുള്ളിമറിയും. ഇന്നലെ വരെ സാമ്പാറും മുരിങ്ങക്കോലും തൈര് സാധവുമായിരുന്നു ഭക്ഷണം. ചിക്കൻ അടിച്ചാൽ ആട്ടം ഗംഭീരമാകുമെന്ന് ഈ സർക്കാർ അങ്ങ് കണ്ടുപിടിച്ചു. മാത്രമല്ല, ചിക്കനും മട്ടണും ഇല്ലെങ്കിൽ അവിടെ ഒരു വരേണ്യത ഫീൽ ചെയ്യും. മുകുന്ദരാജയും വള്ളത്തോളും കൂടി കലാമണ്ഡലം ഉണ്ടാക്കുമ്പോൾ ഒന്നേ ചിന്തിച്ചുള്ളൂ, ക്ഷേത്ര കലകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സസ്യാഹാരം ശീലിക്കുന്നതാകും ഉത്തമം. അല്പം ശുദ്ധിയും വൃത്തിയുമൊക്കെ നല്ലതാണല്ലോ. പ്രാചീന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായപ്രകാരം തുടങ്ങി വെച്ചതാണ് കലാമണ്ഡലമെന്ന് എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ പിണറായി വിജയന്റെ കുലസമ്പ്രദായം പോലെ ഗുരുവിൻ്റെ ചെവിക്കല്ല് തല്ലിപ്പറിക്കുക, കരചരണങ്ങൾ വെട്ടിയെടുക്കുക, ഗുരുവിൻ്റെ വായും തലയിണയും കത്തിക്കുക എന്നീ സമ്പ്രദായങ്ങൾ ആയിരുന്നില്ല. കലാമണ്ഡലത്തിൽ ചിക്കൻ ഇല്ലാത്ത കുറവ് കൊണ്ട് കലകൾക്ക് ശോഷണം സംഭവിക്കുന്നതായി സാംസ്കാരിക വകുപ്പ് കണ്ടെത്തി. 2 ഇഡ്ഡലിയുടെ കുറവ് കൊണ്ട് എന്തൊക്കെ പരിദേവനങ്ങൾ പറഞ്ഞ് നടന്നയാളാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. പിണറായി ഭരിക്കുമ്പോൾ മനുഷ്യർ കോളറ പിടിച്ച് ചത്താലും ഒരു കല പോലും പോഷകക്കമ്മി കാരണം നശിക്കാൻ പാടില്ല. അതാണ് ഈ സർക്കാരിൻ്റെ നിലപാട്. ഉച്ചയ്ക്ക് കഴിച്ച ചിക്കൻ ബിരിയാണി ദഹിച്ചാലേ കുട്ടികൾക്ക് വൈകിട്ടത്തെ ക്ലാസ്സിൽ സാധകം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ദഹിപ്പിക്കുന്നതിന് വേണ്ട പോഷകാഹാരം കൂടി മാസത്തിൽ 2 തവണ വിളമ്പാൻ തീരുമാനമെടുക്കണം. ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ ബീഫ് വിളമ്പാമെങ്കിൽ കലാമണ്ഡലത്തിൽ അല്പം കള്ളുകൂടിയായാൽ എന്താണ്? കുറച്ച് കഞ്ചാവും ഇടുമുറിയും കൂടി ഒരുക്കിയാൽ എസഫൈക്കാരെല്ലാം കലാമണ്ഡലത്തിൽ ചേരാൻ മത്സരിക്കും. മാനവികത തോറ്റാലും വിപ്ലവം ജയിക്കണം, അത് എവിടെയായാലും. കൂത്തമ്പലത്തിൽ ഇനി കൂത്തിനൊപ്പം ആടുമാടുകളുടെ ക്രയവിക്രയം വല്ലവും നടത്തുമോ എന്തോ. കാതലായ ഏത് വിഷയത്തിൽ നിന്നും ആളുകളെ അകറ്റി നിർത്താനുള്ള അടവുകൾ ഇവർക്ക് നല്ലതുപോലെ അറിയാം. ലക്കിടിയിലെ കുഞ്ചൻ നമ്പ്യാരെ പൂട്ടിക്കെട്ടി. കുഞ്ചന്റെ റോളുകൾ കമ്മികൾ ഏറ്റെടുത്തതോടെ ഫലിതത്തിന് വംശനാശം സംഭവിക്കുമെന്ന ഭയമേ നമുക്ക് വേണ്ട. നന്ദനത്തിലെ കുമ്പിടി ചിക്കൻ കടിച്ച് സ്റ്റക്കായിട്ടിരിക്കും പോലെ ചിക്കൻ വിലങ്ങി ആട്ടക്കാരി പിള്ളേര് ഇരിക്കേണ്ടി വരുമോ എന്തോ. സ്ഥിരതയുടെ അഭാവത്തിൽ ഉള്ളിൽ പെരുകുന്ന അനിശ്ചിതത്വം പ്രാന്തായി മാറുന്ന ഒരവസ്ഥയുണ്ട്. ഇനിയുള്ള 2 വർഷം ഈ സർക്കാർ ഒരു ഭ്രാന്തനെ പോലെ പല വഴികളിലൂടെ സഞ്ചരിച്ചെന്നിരിക്കും. ആരും ഭയക്കരുത്. വിഴിഞ്ഞത്ത് കപ്പലും കലാമണ്ഡലത്തിൽ ചിക്കനും കൊണ്ടുവന്നവരാണ് ഈ പിണറായി സർക്കാർ. കലാമണ്ഡലത്തിൽ നിന്നും നമുക്കിനി ഒരു കലാതിലകത്തിലേക്ക് പോകാം. നാട് വിട്ടെന്ന് കരുതിയ പ്ലേഗിനെയും കോളറയെയും വരെ തിരിച്ചെത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് കലാതിലകമായ നമ്മുടെ ആരോഗ്യമന്ത്രി. കഴിഞ്ഞ കുറച്ചു നാളായി ഈ മാപ്രാ മന്ത്രിക്ക് ടീച്ചർ അമ്മയെപ്പോലെ ഉറക്കമേയില്ല. ആരോഗ്യ കേരളത്തിനു വേണ്ടിയും പ്രസ്ഥാനത്തിനു വേണ്ടിയും അവിശ്രമം പായുകയാണ് ആ ശരീരം. പാർട്ടിയിലേക്ക് വന്ന 63 ക്രിമിനലുകളെ മിന്നൽ വേഗത്തിലാണ് മാലയിട്ട് സ്വീകരിച്ചത്. വിപ്ലവത്തിൻ്റെ ഗുണഘോഷങ്ങളെക്കാൾ നല്ലത് സഖാക്കൾ അങ്ങ് വഞ്ചിപ്പാട്ട് പാടുന്നതായിരുന്നു. അതിനു പക്ഷേ കഴകത്തും താളബോധവും വേണം. ആദ്യ മാല കാപ്പയ്ക്ക്, 2ാമത്തെ മാല കഞ്ചാവിന്, 3ാമത്തെ മാല വധശ്രമത്തിന്. ബാക്കിയുള്ള 60 പൈതങ്ങളുടെ ജാതകം പോലീസും എക്സൈസും പുറത്തുവിടുന്ന മുറയ്ക്ക് നാട്ടുകാർ അറിഞ്ഞുകൊള്ളും.
യുവമോർച്ചക്കാരൻ അസീസിന്റെ ഗുണ്ടായുസത്തിനെതിരെ ഇന്ന് പാർട്ടി എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് കേട്ടിരുന്നു. എത്ര കാലമായി CPM-ന്റെ നേതാക്കളും അണികളും ഒന്ന് ഉഷാറായിട്ട് ഒന്നാലോചിച്ചു നോക്കൂ. കൊട്ടേഷനും കള്ളും കഞ്ചാവും തലവെട്ടുമായി നടക്കുന്ന ഈ ക്രിമിനലുകളെ മാലയിട്ട് സ്വീകരിച്ച വീണ ജോർജ് ഒരു നിമിഷം മന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യയാണോ? ഇവർ ചെയ്ത സത്യപ്രതിജ്ഞ എന്തായിരുന്നു? ഈ കേരളത്തിൽ എത്രയോ വനിതകൾ മന്ത്രിമാരായിട്ടുണ്ട്. ഇതുപോലെ ഒരു മഹാദുരന്തം നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വായിൽ 7 കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട് എന്നത് ഒരാളുടെയും യോഗ്യതയല്ല രാഷ്ട്രീയത്തിൽ. വെറുതെയാണോ ICUവിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയും അവർക്ക് വേണ്ടി വാദിച്ച നഴ്സുമെല്ലാം ഇവരുടെ പകയ്ക്ക് ഇരയായത്? ക്രിമിനലുകൾക്ക് താലപ്പൊലിയും താരാട്ടുമായി നിൽക്കുന്ന ഈ സ്ത്രീയെ ഒന്നുപദേശിക്കാൻ ഒരുത്തനുമില്ലേടെ ഈ പാർട്ടിയിൽ.